ഞാൻ കുറച്ചങ്ങനെ നിന്നൊരാളാണ്. കുട്ടികൾ മക്കൾ അത് നോക്കണം ഇത് നോക്കണം അങ്ങനെ നിന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഉള്ളിൽ എനിക്കങ്ങനെ അത് പറ്റൂല. ഞാൻ അതിനെല്ലാത്രയും പഠിച്ചത്. ഞാൻ എന്ത് പഠിക്കാൻ പോവുകയാണെങ്കിലും പൊയ്ക്കോ എന്ന് പറയുന്ന ഒരാളാണ് ഹസ്ബൻഡ്. ഞാൻ അവിടെ എല്ലാവരും പാസ്സായി കാണണം, ഒരു ജോബിൽ കയറണം എന്നുള്ള ആഗ്രഹത്തോട് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. PGക്ക് പഠിക്കാൻ ഉള്ള പ്ലാനിൽ വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ ആരോൺ അക്കാദമിയിൽ ഏതോ ഒരു റീൽസ് കണ്ടിട്ട് മൈൻഡ് മാറിയിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെയല്ല പഠിച്ചത് കുട്ടി. എന്നിട്ടും ഇവിടെ നാട്ടിൽ വന്നപ്പം സ്റ്റാർ കേരളറ്റും ഇന്റേൺഷിപ്പ് ശരിയായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹന്നമൊക്കെ ആരോണിന്റെ ഹാൻഡ് ബുക്ക് എന്ന് വേണമെങ്കിലും ആ 2 ബുക്കും ഇത്രയും ഒരു എന്തോ ഡിസ്കിലേറ്റവും കൊണ്ടുവച്ച വരിക. ആരോണില് കോളേജ് വൈബായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഇൻക്ലൂഡിങ് ഫസ്റ്റ് ബാച്ചിലായിരുന്നു ഞങ്ങൾ മീറ്റ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ഡിഗ്രി ചെയ്തു. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി BA ഇംഗ്ലീഷിന്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാണ്ട് അച്ഛൻ പിടിച്ച് ചേർത്തിയതാണ്. എനിക്ക് PSC നഴ്സിംഗിൽ പോകാനായിരുന്നു ആഗ്രഹം. അപ്പോഴൊക്കെ എനിക്ക് ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അതെന്നെയായിരുന്നു ഭയങ്കര ആഗ്രഹം. എന്ത് ഇനിയിപ്പം അങ്ങനെ ഒരു ഹോപ്പില്ലല്ലോ, മാരേജ് ആയി മക്കളായി. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ ചെന്നൈയിൽ വർക്ക് ചെയ്യാണ്, പൂനെ നിന്നാണ് പഠിച്ചത്, ഈ മെഡിക്കൽ കോഡിങ് ആണെന്ന്. അപ്പോൾ ഓക്കെ, അവൾ വർക്ക് ഹോമാണ്. കൊറോണ ടൈമിൽ കയറിയത് ജോബിന്. അപ്പോൾ അത് കൊള്ളാലോ, അങ്ങനെയാകുമ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ എനിക്ക് മക്കളെ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നോക്കാമല്ലോ എന്നുള്ളൊരു അത് മാത്രമായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇതെടുക്കുക. അപ്പം എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ഒന്നിച്ച് പുറത്ത് പോയപ്പോൾ എൻ്റെ വേറെ ഫ്രണ്ട് പറഞ്ഞു എനിക്ക് നടക്കൂലെന്ന്. അങ്ങനെ തന്നെ എൻ്റെ അടുത്ത് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്ത് ഞാൻ പഠിക്കൂല എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ പറഞ്ഞ അല്ല, വീട്ടിലെ കാര്യങ്ങൾ മക്കളെ കാര്യങ്ങൾ എല്ലാം കൊണ്ട് നമുക്ക് നടക്കൂല. അവർ പുസ്തകത്തിൽ തന്നെ ചത്തിടന്ന് പഠിത്തായിരുന്നു, അതുകൊണ്ടാണ് അവർക്കത് പറ്റിയത്, നിനക്കത് പറ്റൂലെന്ന്. ഞാനും ഇതിനകത്തൊക്കെ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഞാനൊരു യൂട്യൂബിൽ ഒന്നിലും ഇതിൻ്റെ ഒരു സംഭവം നോക്കിയതുമില്ല, അറിയില്ലായിരുന്നു എനിക്ക്. ഞാൻ അവരെ തന്നെ ചോദിച്ചു. അവർ വേറെ ഏതോ അക്കാദമിയിലാണ് പഠിച്ചത്, പക്ഷെ അവൾ എനിക്ക് ആരോൺ ആച്ചു എന്നത്. കാരണം ആ കുട്ടി ഇവിടെ ഇന്റേൺഷിപ്പിന് എന്തോ റെഡിയാക്കി കൊടുത്തത് ആരോണിനായിരുന്നു. ഇവിടെയല്ല പഠിച്ചത് ആ കുട്ടി. എന്നിട്ടും ഇവിടെ നാട്ടിൽ വന്നപ്പം സ്റ്റാർ കേരളറ്റും ഇന്റേൺഷിപ്പ് ശരിയായി കൊടുത്തിട്ടുണ്ടായിരുന്നു, നീ അവിടെ തന്നെ ചെല്ലുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ആരോണിലേക്ക് എത്തിപ്പെട്ടത്. എനിക്ക് പഠിക്കുന്നത് ഞാൻ ആദ്യം അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ലായിരുന്നു. ജസ്റ്റ് വരിക, നല്ല അടിച്ചുപൊളി, നല്ല കോളേജ് വൈബ്, നല്ല ഫ്രണ്ട്സ്. ഞങ്ങൾ 10 കുട്ടികളായിരുന്നു ഒരു ക്ലാസ്സിൽ. നമുക്ക് ആ ഒരു ഇതിലായിരുന്നു ഞങ്ങൾ. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പം പിന്നെ ഞാൻ സെക്കൻഡ് പേജിലേക്ക് മാറി. അവിടെ നിന്നാണ് പിന്നെ ആ എക്സാം പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം മനസ്സിലായത്. പെട്ടെന്നൊരു ഇതിൽ ക്യാപ്സ്യൂൾ പലതൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമില്ല എന്നുള്ളതും എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ എനിക്ക് മോളിട്ടിട്ട് പോരും. മോള് 2 വയസ്സാവുന്നതേ ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അവളെ ഉറങ്ങുമ്പോൾ അത് കണ്ടുകൊണ്ട് ക്ലാസ്സിൽ വരുന്നത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാൽ ആ എക്സാം പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 24 മോക്കിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. മോക്കൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറേ ഫെയിലായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ജയിക്കണം എന്നുള്ളൊരിതിൽ ആ സെക്കൻഡ് ബാച്ചിലേക്ക് മാറിയതോട് കൂടിയിട്ട് ആ ഒരു ഇതിലേക്ക് ആ സീരിയസ് ആയി വന്നപ്പോഴേക്കും മോക്കൊക്കെ കുറച്ച് കൂടാൻ തുടങ്ങി. ഞാൻ എന്ത് പഠിക്കാൻ പോവുകയാണെങ്കിലും പൊയ്ക്കോ എന്ന് പറയുന്ന ഒരാളാണ് ഹസ്ബൻഡ്. പൊയ്ക്കോ, നീ പൊയ്ക്കോ, അതല്ല ഫീസ് എത്രയാ, ഓക്കെ തരാം. അതല്ലാണ്ട് അത് എക്സാം എന്നാണ്, പാസ്സായോ പാസ്സാകുമോ പാസ്സാവണം അങ്ങനത്തെ ഒരു വാക്കും അറിയില്ല. പാസ്സായി കഴിഞ്ഞാൽ ഞാനത് ഇതുവരെ ഒരു തോൽവിന് രുചി അറിഞ്ഞിട്ടില്ല. അന്നത്തെ അതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല എന്നാണ്, അതൊരു സെറ്റിലാണ് നിൽക്കുന്നത് ഞാൻ. പക്ഷെ അവർ അങ്ങനെ ഇപ്പം ഞാൻ PG ചേർന്ന് പാസ്സായപ്പം എനിക്കതിൽ 1950 മാർക്ക് ഉണ്ടായിരുന്നു. വെറും 50 മാർക്കേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോഴൊക്കെ പാസ്സായോ, ഓക്കെ കഴിഞ്ഞു. പക്ഷെ ഈ കോഴ്സിന് ചേർന്നപ്പം എന്നോട് പറഞ്ഞു പാസ്സാവേണ്ടി ഇങ്ങോട്ട് വരികയേ വേണ്ട. ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പേരിലേക്കും അങ്ങനെ പറയുന്നത് നീ വിചാരിച്ചു. പക്ഷെ പാസ്സായിട്ട് ഞാൻ അന്ന് ആ ഏർലി മോർണിംഗ് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴോട് പറയും കണ്ടിന്യൂസ് പറഞ്ഞു. ഭയങ്കര എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ട് സന്തോഷം മൂപ്പരിക്കാരൻ തോന്നുന്നു. എന്നോട് പറഞ്ഞു നീ നിന്നോട് ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആയിരിക്കാര്യത്തിൽ പറഞ്ഞത്, നീ ഇത്രയും എഫേർട്ട് എടുത്ത് മറ്റുള്ളവരുടെ മുന്നിൽ അത് ഇത്രയും പഠിച്ചു നിന്നിട്ട് കിട്ടിയില്ലല്ലോ, ആ ഒരു ഇതിലേക്ക് പോകരുത്, നിനക്ക് കിട്ടണം,
ആ ഇതിലായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓക്കെ പൈസേൻ്റെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പേരിലല്ല, ഞാൻ അവിടെ എല്ലാവരും പാസ്സായി കാണണം, ഒരു ജോബിൽ കയറണം എന്നുള്ള ആഗ്രഹത്തോട് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടൊന്നുമില്ലായിരുന്നു, അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ആ തൊപ്പി വെച്ച ഫോട്ടോ എന്താ കിട്ടുകയെന്നോ, അപ്പം ചോദിച്ചു നെക്സ്റ്റ് ചോദ്യം കിട്ടുമായിട്ട് അങ്ങനെ. പിന്നെ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ അത്രയും ലേസി ആയി നടന്ന ടൈമിലും ടീച്ചേഴ്സ് പിടിച്ച് കൊണ്ടുപോകില്ലേ, അങ്ങോട്ട് പോകരുത്, ഇവിടെ തന്നെ പഠിച്ചേ പറ്റൂ ആ ഒരു രീതിയിലായിരുന്നു പിടിച്ച് കൊണ്ടുവരുന്നത്. എല്ലാവരും അശ്വതി മാമോ അതിലെ മാമോ പിന്നെ സ്നേഹ മാം ഉണ്ടായിരുന്നു, ഹന്ന മാം എല്ലാം. ഞാൻ ഇവരൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നിൽക്കും. ഹന്ന മാമൊക്കെ ആരോണ്ട് ഹാൻഡ് ബുക്ക് എന്ന് വേണമെങ്കിലും ആ 2 ബുക്കും ഇത്രയും ഒരു എന്തോ ഡിസ്കിലേറ്റവും കൊണ്ടുവച്ച വരിക. വെറുതെ ബുക്കൊന്നും നോക്കണ്ട, ഒരു ഡൗട്ട് ചോദിക്കണില്ല, ഇങ്ങനെ പഠിക്കുന്നു. ഓക്കെ ഒരു ഡോക്ടറാണ്, പക്ഷെ എന്നാൽ ഇങ്ങനെയൊക്കെ ഒരു ബുക്ക് ഇത്രയും ബൈഹാർട്ടാവുന്നൊരു ആൾക്കാരുണ്ടോ? പക്ഷെ മാമിനോടൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചതിനെ ക്വസ്റ്റ്യൻ വെച്ചാൽ മാം അത് ഇന്ന പേജിൽ ഇന്ന പാരഗ്രാഫിൽ ഒന്ന് നോക്കൂ, എനിക്ക് ഇത്രയും അരച്ച് കലക്കി വരെ വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേമൊക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ നന്നായി ക്ലാസ് എടുത്തിരുന്ന മിസ് ചെയ്യുന്നു സ്നേഹമൊക്കെ. പിന്നെ അവരൊക്കെ അത്രയും എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും കാലം പഠിച്ചത് ഞാൻ ആദ്യമായിട്ട് ഇമ്പോസിഷൻ വരെ എഴുതിയതാരോ ഒന്നാണ്. അങ്ങനെ മിസ്മാർ അത്രയും ഞങ്ങൾ പിന്നോട്ട് നിന്നപ്പോഴും പഠിച്ചേ പറ്റൂ ആ ഒരു ഇതിൽ തന്നെ അവർ പിടിച്ച് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും. എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു? 76. ഏരോളിൽ ഇവൻ കോളേജ് വൈബായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഇൻക്ലൂഡിങ് ഫസ്റ്റ് ബാച്ചിലായിരുന്നു ഞങ്ങൾ മീറ്റ് ചെയ്തത്. ഞങ്ങൾ അത്രയും ഞാൻ കുറേ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ചോദിച്ചാൽ അറിയാം, എല്ലാവരും ആ ഒരു ഈഗോ ഇല്ല, അല്ലെങ്കിൽ ഇത്ര കുട്ടികൾ നല്ലോണം പഠിക്കുന്നവരാണ്, ഇവർ അത്ര പഠിക്കാത്ത അങ്ങനത്തെ ഒരു വേർതിരിവേ ഇല്ല. ഇനി ഒരു പ്രോഗ്രാമോ കാര്യങ്ങളുടെ ഞങ്ങളെക്കാട്ടും മുന്നേ മിസ്മാരാന്ന് തോന്നുന്നു ആദ്യം. അതിൻ്റെ ഒരു വൈബ് വേറെയാണ്. ഞാനൊക്കെ എന്ന് വെച്ചാൽ ആ കോളേജ് ലൈഫ് കഴിഞ്ഞ് വന്നിട്ട് ആ ഒരു വൈബ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലക്കിയല്ലേ. അടിച്ചു പൊളിച്ചിട്ടുണ്ട് എല്ലാം. കാണിക്കുന്നുണ്ടായിരുന്നു, ഗ്രൂവലിക്കുന്ന എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പം ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, എവിടെ പഠിക്കണം എന്ന് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഞാൻ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം വേണ്ടി വന്നില്ല. കാരണം എൻ്റെ ഫ്രണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല പഠിച്ചത്, പൂനെയിൽ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് എയറോൺ അക്കാദമി ഇത്ര ഹെൽപ്പ് ചെയ്തിട്ടാണ് സ്റ്റാർക്കിൽ ഇൻറ്റേൺഷിപ്പ് കയറിയത്. അവിടെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ വഴി ഒമേഗ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ കയറി. അവളിപ്പം 3-4 വർഷമായി ആ ഒരു ഫീൽഡിലാണ്. വർക്ക് ഫ്രം ഹോമാണ്, എല്ലാം ഫാമിലി ആണെങ്കിലും ജോബാണെങ്കിലും എല്ലാം ഈക്വലി നോക്കാൻ പറ്റുന്നൊരു ഫീൽഡാണ്. അപ്പം അങ്ങനത്തെ ഒരാൾ ഈ അക്കാദമി പഠിക്കാത്ത ഒരാൾ അക്കാദമി പ്രിഫർ ചെയ്യുമ്പോൾ അപ്പം പിന്നെ ഡൗട്ടില്ല, ഓക്കെ ഇതന്നെ ചൂസ് ചെയ്യാം. ഒത്തിരി അക്കാദമി ഉണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ടില്ല, ഇതാ പറഞ്ഞത്. ഇപ്പം കുറേ ആളുകളെ നമ്മളിപ്പോൾ ഏജായി, ഇനി പഠിക്കാൻ പറ്റൂല, ടച്ച് വിട്ടുപോയി, ഇനി ഒരു പഠിത്തം പറ്റൂല, ബുക്കൊന്നും ഇനി കണ്ണു പിടിക്കില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. ബാക്കോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ പറഞ്ഞിട്ട്, മക്കളുണ്ട്, സ്കൂൾ വിട്ട് വരും, വീട്ടിൽ ആളില്ല, ഫുഡ് ഉണ്ടാക്കും, അപ്പൊ പല പ്രശ്നങ്ങൾ, ഇൻലോസ്, അങ്ങനെ കാരണങ്ങൾ ഒരുപാടാണ്. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? നിങ്ങൾ കുറേ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളല്ലേ, എന്താ പറയാനുള്ളത്? വീട്ടിലിങ്ങനെ ഒതുങ്ങിയിരിക്കണോ അതോ മക്കളെ ഒരിക്കലും ഇരിക്കരുത്, അതല്ല ലൈഫ്. അത് നമുക്ക് ഓക്കെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പക്ഷെ അത് മാത്രം നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് അവിടെ വരുന്നില്ല. ഞാൻ കുറച്ചങ്ങനെ നിന്നൊരാളാണ്, കുട്ടികൾ മക്കൾ അത് നോക്കണം ഇത് നോക്കണം അങ്ങനെ നിന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഉള്ളിൽ എനിക്കങ്ങനെ അത് പറ്റൂല. ഞാൻ അതിനല്ല അത്രയും പഠിച്ചത്, എനിക്ക് എന്തെങ്കിലും ഒന്നായി തീരണം എന്നുള്ളൊരിതുണ്ട്. പക്ഷേ സമയം ആണ് എല്ലാവർക്കും അതാണ് മെയിനായിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ചെയ്തു, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ടയേർഡായിട്ട് നമ്മൾ കിടന്നുറങ്ങും. ഒബ്വിയസ്ലി വീട്ടുകാർ ചോദിക്കും ആ ഒരു ടൈമിൽ നിനക്ക് പഠിക്കാൻ, പക്ഷെ നമുക്ക് പറ്റൂല, മൈൻഡും കൂടെ വേണ്ടേ, ആ ടൈമിലും പറ്റൂല. പിന്നെ എനിക്ക് എൻ്റെ കൈക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഒരു കാർപ്പറ്റാണ് എൻ്റെ. അപ്പോൾ എഴുതുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നിട്ടും ഞാൻ ആ ബസ്സിലൊക്കെ പോരുമ്പോൾ ഞാൻ ഫോണിൽ ആരോണ്ട് ആപ്പിൽ നോക്കി ടെർമിനോളജിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആ ലാസ്റ്റിലേക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന സമയം കണ്ടെത്തി. ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് ബസ് കയറുമ്പോൾ ആ ടൈം എനിക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഒരു 14 ദിവസത്തേക്ക് ഞാനങ്ങ്
പറഞ്ഞു എനിക്ക് പഠിക്കാനുണ്ട്, അതാണ് എനിക്കിതിൽ പറ്റൂല പറഞ്ഞിട്ട് മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തി. ഭാഗ്യത്തിന് ഞാൻ എപ്പോഴും അവൻ്റെ പുറകെ നടന്ന് പഠിപ്പിക്കലാണ്. പക്ഷേ ആ ഒരു ടൈമിൽ കുറേ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഒന്ന് മോയെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കൽ. അവനെ കുറച്ച് ഞാൻ നോക്കിയില്ല അവൻ്റെ. ഞാൻ വീട്ടിൽ നിന്ന് മക്കളെ കൂട്ടണമെന്നൊക്കെ വിചാരിച്ചു വേണ്ട, വരേണ്ട ആൾ അവരായിരുന്നു. അവരില്ലെങ്കിൽ പിന്നെ വേറെ ആരും വരണ്ട ആ ഒരു മൊമെൻറ്റിലായിരുന്നു. എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അവർ ഇങ്ങനെ അത്രയും മെൻ്റലി ഭയങ്കര വീക്കായിട്ട് മാമിനൊക്കെ അറിയാം, ഇങ്ങനെ അത്രയും വീക്കായ ഒരു മൊമെൻറ്റിലൊക്കെ അവരെപ്പോഴും ഇങ്ങനെയല്ല മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതിൽ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തതാണ് 2 ഫ്രണ്ട്സ്. ഇതൊക്കെ അങ്ങനെ റിസൾട്ട് അറിയുന്നവരെ അറിയായിരുന്നു എനിക്ക് ഉള്ളത് ഇങ്ങനെ ഞാൻ പാസ്സാകും, അതിൻ്റെ എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയുന്നു. പക്ഷേ ഞാൻ അശ്വത് മാമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ട്, മിസ്സേ കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിട്ട് ചെയ്യോ ഞാനിങ്ങനെ ഫെയിലായി ഇനി മാം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ പാസ്സായി. ഞാൻ PGക്ക് പഠിക്കാൻ ഉള്ള പ്ലാനിൽ വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ ആരോൺ അക്കാദമിയിൽ ഏതോ ഒരു റീൽസ് കണ്ടിട്ട് മൈൻഡ് മാറിയിട്ട് ഇവിടെ വന്നതാണ്. അതിനുശേഷം ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഫ്രണ്ട്സ്, അതിവിടെ അടിപൊളിയായിട്ട് കിട്ടി. അതിനുശേഷം PGക്ക് ഞാൻ പോയി നോക്കിയിട്ടുണ്ട് കോളേജിൽ. അപ്പോൾ അവിടെ പോയാലേ ഇവിടെ ഭയങ്കര മിസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്തതാണ്. പിന്നെ PGക്ക് പോയിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചാണല്ലോ PGക്ക് രണ്ട് ദിവസം ക്ലാസ് പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നത്. അവിടെ എനിക്ക് സെറ്റ് ആവുന്നില്ല, ഇവിടുത്തെ എന്തുകൊണ്ടോ അറിയില്ല, അവിടെ സെറ്റായി പോയതുകൊണ്ടായിരിക്കും. കാരണം എന്നാ മാം അടിപൊളിയായിട്ട് അറിയില്ല, ക്ലാസ്സൊക്കെ എടുത്തിട്ട് അത്രയും നമുക്ക് അത്രയും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന